ഖലീഫ മഅ്മൂൻ കുട്ടിയായിരിക്കെ ഗുരുനാഥിൽ നിന്ന് ഉസ്താദിൽ നിന്ന് നല്ലൊരു അടി കിട്ടിയെന്നാണ്. നല്ല ശക്തിയുള്ള നല്ലൊരു അടിയാണ് കിട്ടിയത്. അദ്ദേഹം ഉസ്താദിനോട് ചോദിച്ചു, എന്നെ എന്തിനാണ് നിങ്ങൾ അടിച്ചത്? പല പ്രാവശ്യം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നെ അടിച്ചത്? അപ്പോഴൊക്കെ പറഞ്ഞു, നീ മിണ്ടാതിരിക്കൂ. പിന്നെ കാര്യങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി. 20 വർഷം പിന്നിട്ടു. രാജകുമാരനാണല്ലോ ഖലീഫ മഅ്മൂന്. 20 വർഷങ്ങൾക്ക് ശേഷം രാജാവായിട്ട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചു. സ്ഥാന ആരോഹണ ചടങ്ങിലേക്ക് ബഹുമാനപ്പെട്ട ഗുരുവിനെ അദ്ദേഹം വിളിക്കുകയും ചെയ്തു, ക്ഷണിച്ചു. ആ ചടങ്ങിൽ സാക്ഷിയാകുന്നതിന് വേണ്ടി, ഉസ്താദിന്റെ സാന്നിധ്യം കിട്ടുന്നതിന് വേണ്ടി ഗുരുവിനെ അദ്ദേഹം ക്ഷണിച്ചു. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞു. അതിനിടയിൽ അദ്ദേഹം ചോദിച്ചു, ഉസ്താദെ, നിങ്ങൾ അന്ന് എന്നെ ഒരു അടി അടിച്ചല്ലോ, നല്ല വേദനയുള്ള ഒരു അടി അടിച്ചത്, എന്തിനാണ് അന്ന് എന്നെ അടിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. ഉസ്താദ് ചോദിച്ചു മുന്നോട്, നീ അത് മറന്നിട്ടില്ലേ? കുറെ കാലങ്ങൾക്ക് മുമ്പാണല്ലോ അത് അടിച്ചത്. അലം തൻസ, നീ മറന്നിട്ടില്ലേ? ഫഖാല മഅ്മൂന് പറഞ്ഞു, വല്ലാഹി ലം അൻസ അബദ, ഞാൻ ഒരിക്കലും അത് മറക്കൂല, അത്രക്കും നല്ലൊരു അടിയാണെന്ന് കിട്ടിയത് എന്ന് പറഞ്ഞു. ഫഖാല ലഹുൽ മുഅല്ലിമു, ഉസ്താദ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഹത്താ തഅല്ലമ അന്നൽ മദ്ലൂമ ലാ യൻസ, ഞാൻ എന്തിനാണ് എന്നെ അടിച്ചതെന്നറിയോ? ആക്രമിക്കപ്പെട്ട ഒരാൾ എത്ര കാലം കഴിഞ്ഞാലും അത് മറക്കുകയില്ല എന്നുള്ള ഒരു പാഠം നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഉസ്താദ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ലാ തൊല്ലലിം അഹദൻ, ഒരാളെയും നീ ആക്രമിക്കരുത്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏത് രൂപത്തിലാണെങ്കിലും ഒരാളോടും അക്രമം കാണിക്കരുത്. ഫള്ളുൽ മുനാറുൻ, ളുൽമ് അക്രമം എന്നുള്ളത് നാറുൻ, അതൊരു തീയാണ്. ലാ തത്ഫിഉ ഫി ഖൽബിൽ മദ്ലൂമി, ആക്രമിക്കപ്പെട്ടവന്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും അണഞ്ഞു പോകാത്ത ഒരു തീയാണത്. അതൊരു തീക്കനലായിട്ട് എന്നും ആക്രമിക്കപ്പെട്ടവന്റെ ഹൃദയത്തിൽ അത് അവശേഷിക്കും. അതുകൊണ്ട് ഒരിക്കലും നീ ഒരാളെയും ആക്രമിക്കരുത്. വലൗ മറത്ത് അലൈഹ സിനൂൻ, എത്ര കാലം കഴിഞ്ഞാലും ശരി, കൊല്ലങ്ങൾ ഒരുപാട് കഴിഞ്ഞാലും ശരി, അവൻ മറന്നു പോകൂല. ഇപ്പൊ നീ 20 കൊല്ലം കഴിഞ്ഞതിന് ശേഷവും അന്ന് അടിച്ചിട്ടുള്ള അടി നിന്റെ മനസ്സിലുണ്ട്, നീ മറന്നു പോയിട്ടില്ലല്ലോ. അതാണ് നമ്മൾ ഒരാളോട് അക്രമം കാണിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര കാലം കഴിഞ്ഞാലും ആ അക്രമം ചെയ്തിട്ടുള്ള ആ വ്യക്തിയെ ഒരിക്കലും മറക്കൂല. അവൻ എന്നെ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു ഓർമ്മ, അങ്ങനെയുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിൽ എന്നും ഉണ്ടാകും എന്നുള്ള പാഠം ഞാൻ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് നല്ലൊരു അടി ഞാൻ നിനക്ക് തന്നത്. ഇപ്പൊ നീ രാജാവായിട്ടുണ്ട്, വലിയ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. നിന്റെ പദവി വെച്ചുകൊണ്ട്, നിന്റെ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാളെയും ആക്രമിക്കാനോ അക്രമത്തിന് കൂട്ടു നിൽക്കാനോ അക്രമമായി മാറുന്ന ഒരു നിയമം കൊണ്ടുവരാനോ നീ ഒരിക്കലും മുന്നോട്ട് വരരുത്, നീ അത് ചെയ്യരുത് എന്ന പാഠം ഞാൻ നിന്നെ പഠിപ്പിച്ചതാണ് അന്നത്തെ ആ അടിയിലൂടെ എന്ന് ഗുരു